നിങ്ങൾ ഇസ്രയേലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നൊരു വിഭാഗം കേരളത്തിൽ ആരാണ്? നമ്മൾ ക്രിസംഖികളെന്ന് വിളിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിനകത്തുനിന്ന് ഉയർന്നു വന്ന എക്സ്ട്രീം റൈറ്റ് ആയിട്ടുള്ളൊരു വിഭാഗമാണ്. അതാണല്ലോ ക്രിസംഖികളെന്ന് അവരാണ് ഇതിനെ. അവർക്ക് ആരോടാണ് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യണത്? RSSുമായിട്ടാണ്. ഈ RSS ഒരു പഠനം വന്നിരുന്നു 2 വർഷം 3 വർഷം പിക്കറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു പഠനമാണ്. അതിൻ്റെ ഒരു ഹെഡിങ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫ്രം ബ്രിട്ടീഷ് രാജ് ടു ബില്യനെയർ രാജ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ വെൽത്തിനകത്ത്, വരുമാനത്തിനകത്ത്, സ്വത്തിനകത്തും വരുമാനത്തിനകത്തും ഉണ്ടായിട്ടുള്ള അസമമായ അതിഭീതിതമായിട്ടുള്ള കേന്ദ്രീകരണത്തെക്കുറിച്ച് ഒരു പഠനം കൊണ്ടുവരുന്നു. ആ പഠനത്തിനകത്ത് ഡാറ്റയാണ്, സമ്പൂർണ്ണ ഡാറ്റയാണ്. ആ ഡാറ്റ വെച്ചിട്ട് അസമത്വ പഠനങ്ങളിൽ ലോകത്തെ അഗ്രഗണ്യനായ അക്കാഡമിക്കാണ്. അക്കാഡമിക് ക്രിറ്റിസിസമാണ്. അക്കാഡമിക് ക്രിറ്റിസിസം അഗ്രഷനൊന്നുമല്ല. ഇന്ത്യയിൽ അസമത്വം ബ്രിട്ടീഷ് രാജിനേക്കാൾ കൂടുകയാണ്, ബില്യണർ രാജിലേക്ക് ഇങ്ങനെ പോവുകയാണ് എന്ന് ഒരു അക്കാദമിക പഠനം നടത്തിയപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചവരാണ് RSSകാർ എന്ന് മനസ്സിലാക്കണം. അവരാണ് ഒരു രാജ്യത്ത് ജനാധിപത്യം സ്ഥാപിക്കാനായിട്ട് അമേരിക്കയ്ക്ക് അവകാശം എഴുതി കൊടുത്തിട്ട് കൈയും കെട്ടിയിരിക്കുന്നത്. അതിനെയാണ് പിന്തുണച്ചുകൊണ്ട് ഇവിടുത്തെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന വിഭാഗം. പച്ചയായ സാമ്രാജ്യത്വ വിധേയത്വമാണ്, പച്ചയായിട്ടുള്ള അപകടകരമായിട്ടുള്ള എക്സ്ട്രീം റൈറ്റ് ഫിലോസഫിയുടെ ഐഡിയോളജിക്കൽ പൊസിഷനാണ്. അതിനപ്പുറം വേറൊന്നുമില്ല.